وكأي من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ആയത്ത് 146. وكأي من നബി, എത്രയോ നബിമാർ, ഖാതല മഅഹു അവരോടൊപ്പം പോരാടി, റിബ്ബിയൂന കസീർ പടച്ചവനുമായി ബന്ധപ്പെട്ട ധാരാളം അടിമകൾ, ഫമാ വഹനൂ ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ബാധിച്ച പ്രയാസങ്ങളുടെ പേരിൽ അവർ പരാജയം സമ്മതിച്ചില്ല. വമാ ദഅഫു അവർ അലസത കാട്ടിയതുമില്ല. വമസ്തകാനു അവർ അടങ്ങിയിരുന്നതുമില്ല. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ സഹനതയോടെ അടിയുറച്ച് നിൽക്കുന്നവരെ അല്ലാഹു സ്നേഹിക്കുന്നു. വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലൂ അവരുടെ വാചകം ഇത്ര മാത്രമായിരുന്നു, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, യഗ്ഫിർ ലനാ ദുനൂബന ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ, വഇസ്റാഫന ഫീ അംരിന ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വന്ന വീഴ്ചകളെയും നീ മാപ്പാക്കണേ, വസബ്ബിത് അഖ്ദാമന ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ, വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ നിഷേധികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, വലിയ ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, ശത്രുതകൾ, എതിർപ്പുകൾ. ഇതും യഥാർത്ഥത്തിൽ വിജയം തന്നെയായിരുന്നു. കാരണം ധാരാളം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കടന്നു വന്നത്, നന്മ സ്വീകരിച്ചത് ഈ ഘട്ടത്തിലായിരുന്നു. 2, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബാഹ്യമായ വിജയ മുന്നേറ്റങ്ങളുടെയും അവസ്ഥകൾ. ഇത് ജനങ്ങൾക്ക് സന്തോഷകരമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഒന്നാമത്തെ അവസ്ഥ, ഇത് നിരന്തരം വന്നുകൊണ്ടിരുന്നപ്പോൾ പ്രത്യേകിച്ച് മുനാഫിക്കുകളായ ആളുകൾ അതിൻ്റെ പേരിൽ പരാതികളും പരിഹാസങ്ങളും അഴിച്ചുവിട്ടപ്പോൾ സത്യവിശ്വാസികൾക്ക് മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇന്നും അതുതന്നെയാണ്. അള്ളാഹു നമുക്ക് അനുകൂലമായ സാഹചര്യം നൽകുമാറാകട്ടെ. അതാണ് നമ്മൾ കൂടുതലും മുൻഗാമികളുടെ ത്യാഗത്തിൻ്റെ ഫലമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിലും നന്മയുടെ വഴിയിൽ നമുക്ക് ചില പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും. ആളുകൾ പരിഹസിക്കുന്നു, ആക്രമിക്കുന്നു,
വേദനിപ്പിക്കുന്നു. ഇത് ഏറ്റവും വലിയ പരീക്ഷണമായി മാറുന്നത് ആളുകൾ ഇതിൻ്റെ പേരിൽ ആക്ഷേപിക്കുമ്പോഴാണ്. കുറേ നാളായി മദ്രസ എന്ന് പറഞ്ഞ് നടക്കുന്നത്, നിനക്കെന്ത് ഗുണം? കുറേ നാളായി ദീനിൻ്റെ പരിശ്രമം എന്ന് പറഞ്ഞ് നടക്കുന്നു, നിനക്കെന്ത് ലാഭം? ഈ വിമർശന സമയങ്ങൾ മനുഷ്യന് വലിയ ബുദ്ധിമുട്ടായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ സഹാബികളും സ്വാഭാവികമായിട്ട് മനുഷ്യരാണ്. അവർക്ക് ഇത്തരം സംസാരങ്ങൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമായിരുന്നു. പ്രത്യേകിച്ചും ഉഹദ് യുദ്ധത്തിലുണ്ടായ വലിയ നഷ്ടങ്ങൾ, അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് നിഷേധികളും കപടവിശ്വാസികളും വലിയ പ്രോപ്പഗണ്ടകൾ നടത്തി, പ്രചാരണങ്ങൾ നടത്തി. പത്രങ്ങളും സോഷ്യൽ മീഡിയയെല്ലാം ഇന്നാണെങ്കിലും അന്നും അന്നത്തെ ശൈലിയിലുണ്ട്. ഇത് ചില സഹാബികൾക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടായി, പ്രയാസമായി. അല്ലാഹു തആല ഈ വിഷയത്തിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിറക്കിയ ആയത്താണിത്. യഥാർത്ഥത്തിൽ ഇത് അന്നത്തേക്ക് മാത്രമല്ല, എന്നുമുള്ള ഇത്തരം അവസ്ഥകൾ നേരിടുന്ന ആളുകൾക്കെല്ലാം സമാശ്വാസത്തിൻ്റെ തെളിനീരാണ്. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീർ. ഉഹദിൻ്റെ സംഭവം നിങ്ങൾക്ക് മാത്രമുണ്ടായതല്ല. ഇതിനു മുമ്പ് ധാരാളം നബിമാർ അവരുടെ കൂട്ടത്തിൽ പടച്ചവനോടുള്ള സ്നേഹാനുരാഗം നെഞ്ചിലേറ്റിയ സാധുക്കളായ ദാസന്മാർ പോരാടിയിട്ടുണ്ട്. റിബ്ബിയൂൻ പടച്ചവന്റെ സ്നേഹത്തിലുള്ള പരാമർശമാണ്. റബ്ബിൻ്റെ ആളുകൾ അവർ പോരാടിയിട്ടുണ്ട്. ഇവിടെ വേറൊരു വിഷയം, ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇന്ന് ലോകത്തെ വലിയൊരു പ്രചാരണമാണ് മുഹമ്മദ് നബി യുദ്ധത്തിൻ്റെ പ്രവാചകനാണ്. ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത്. ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ്. മുഹമ്മദ് എന്ന പരിശുദ്ധമായ നാമത്തെ ബോംബിനോട്, അതുപോലെ തന്നെ വാളിനോട് എല്ലാം ഉപമിക്കാറുണ്ട്. ഈ ആയത്തും അതുപോലെ തന്നെ ലോക ചരിത്രവും അറിയിക്കുന്നു, പോരാട്ടം എന്നുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം കാര്യമല്ല, എല്ലാ നബിമാരും പോരാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ആദർശങ്ങളും തത്വസംഹിതകളും അവർ പോരാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ നിറഞ്ഞു കിടക്കുന്നത് പോരാട്ടത്തിൻ്റെ സംഭവങ്ങളാണ്. മഹാഭാരതം ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ചിത്രീകരണമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വസ്തുതാ വിരുദ്ധമായ ഒരു പ്രചാരണമാണ് മുഹമ്മദ് നബിന് മാത്രം ബോംബ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളെ പോലെയുള്ളവരും എങ്ങനെ യുദ്ധം ചെയ്യണം, എന്തിന് യുദ്ധം ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങൾ ലോകത്തിന് പഠിപ്പിച്ച മഹാത്മാക്കളാണ്. ആ ഒരു വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റ് നബിമാരും മഹാത്മാക്കളും വേറിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനാണ് കൊല്ലുന്നത് എന്ന് ആർക്കും അറിയില്ല, എങ്ങനെയാണ് കൊല്ലുന്നത് എന്നും ആർക്കും അറിയില്ല. എവിടെയെങ്കിലും ഒരുത്തിൽ വട്ടളകിയാൽ മതി, അവിടെ വർഗീയ കലാപം അഴിച്ചുവിടും. ഒരാൾക്ക് അധികാരത്തിൻ്റെ അപ്പക്കഷണം കിട്ടാൻ ആഗ്രഹം വരുന്നു, അവർ ജനങ്ങളെ തമ്മിൽ തല്ലിക്കും. ഇതിനിടയിൽ ഒരു പ്രകാശ ഗോപുരമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ നബിമാർ. ശരി, അള്ളാഹു പറയുന്നു, ധാരാളം നബിമാരുടെ കൂട്ടത്തിൽ ധാരാളം പടച്ചവന്റെ ഉത്തമദാസന്മാർ പോരാടിയിട്ടുണ്ട്. അവരുടെ പോരാട്ടത്തിൽ അവർക്ക് ബാഹ്യമായി വിജയം പലപ്പോഴും കിട്ടിയിട്ടില്ല, മറിച്ച് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായി. പക്ഷെ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും അവർ വിജയമാക്കി മാറ്റി. അതെങ്ങനെയാണെന്നറിയാമോ? فما وهنوا لما أصابهم في سبيل الله. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്കുണ്ടായ നാശനഷ്ടങ്ങളിൽ അവരാരും പരാജയം സമ്മതിച്ച് മാറിയിരുന്നില്ല. ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞാലും മാറിയിരുന്നില്ല.
മറിച്ച് പരാജയങ്ങളിൽ നിന്നുമാണ് ആളുകൾ വിജയത്തിലേക്ക് കയറുന്നത്. അവർ അലസന്മാരുമായില്ല. അപ്പോൾ ഞങ്ങളെ കൊണ്ടൊന്നും നടക്കത്തില്ല. അവർ അലസന്മാരായില്ല. വമസ്തകാനു, അവർ അടങ്ങിയിരുന്നതുമില്ല. പിന്നെന്ത് ചെയ്ത്? കഴിവിൻ്റെ പരമാവധി അവർ വീണ്ടും പരിശ്രമിച്ചു. കവി പറയുന്നുണ്ട്, സത്യവിശ്വാസി മലവെള്ള പാച്ചിലിൻ്റെ ഇടയിലുള്ള പാറക്കെട്ടുകളെ പോലെയാണ്. അങ്ങനെയല്ല, പാറക്കെട്ടുകൾക്കിടയിലുള്ള മലവെള്ളപ്പാച്ചിൽ പോലെയാണ്. ഇടയ്ക്കൊരു പാറ വരും, വലത്തോട്ടൊഴുകും. ഇടയ്ക്കൊരു പാറ വരും, ഇടത്തോട്ടൊഴുകും. ഒരിക്കലും ആ മലവെള്ളപ്പാച്ചിൽ അത് പുറയിലോട്ട് മാറുകയില്ല. ഇതുപോലെ വിശ്വാസി അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മാറാതെ നിരന്തരം മുമ്പോട്ട് നീങ്ങും. അവർക്ക് ശക്തിയില്ല, അവർ നാവ് കൊണ്ട് പോരാടും. അതിന് ശക്തിയില്ല, മനസ്സുകൊണ്ട് പോരാടും. നിരന്തരം അവർ പരിശ്രമത്തിലായിരിക്കും, അധ്വാനത്തിലായിരിക്കും. وما وهنوا فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا. അവർ ഭീരുക്കളായി മാറിയിരുന്നില്ല, മറിച്ച് അവർക്കൊരു ഈമാനുണ്ടായി. ഞങ്ങൾ കൈയില്ലാത്തവരാണ്, കാലില്ലാത്തവരാണെങ്കിലും അള്ളാഹു നമ്മുടെ കൂട്ടത്തിലുണ്ട്. പടച്ചവന് വേണ്ടിയാണ് ഞങ്ങൾ ത്യാഗം ചെയ്യുന്നത്. പടച്ചവൻ്റെ സഹായം നമ്മളോടൊപ്പമുണ്ട്. പിന്നെന്തിന് പേടിക്കണം? അവർ പരിശ്രമിച്ചു. എന്തുണ്ടായി? അല്ലാഹു തആല അവരുടെ പരിശ്രമം സ്വീകരിച്ചു. ഉഹദിൽ ശത്രുക്കളായി വന്ന ആളുകളിൽ ബഹുഭൂരിഭാഗം ആളുകളും പിൽക്കാലത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി, സേവകന്മാരായി. സഹാബാക്കളുടെ ചരിത്രത്തിലെ ഒരു മഹാത്ഭുതമാണ്, എന്നല്ല ഔലിയാക്കളുടെ ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ്. മര്യാദയ്ക്ക് പ്രബോധനം നടത്തിയാൽ നമുക്കും അനുഭവം കിട്ടും. ഒന്നുകിൽ എതിരാളികളായ ആളുകൾ, അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും സത്യത്തിൻ്റെ വക്താക്കളായിട്ട് മാറും. فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. അല്ലാഹുവിന് സഹനത മുറുകെ പിടിച്ച് അചഞ്ചലമായി നിലയുറപ്പിക്കുന്ന ആളുകളോട് വലിയ സ്നേഹമാണ്. സാബിർ, ഇടിയും കൊണ്ട് അനങ്ങാതിരിക്കൽ അല്ല, അർത്ഥം തെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്തോ ഞാനൊന്നും പറയത്തില്ല, ഇങ്ങനെ അർത്ഥമില്ല. സാബിർ ഏത് സാഹചര്യത്തിലും ഉറച്ചു നിൽക്കും. അനുകൂല സാഹചര്യങ്ങളിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഉറച്ചു നിൽക്കും. പ്രതികൂല സാഹചര്യത്തിൽ പടച്ചതിനു വേണ്ടി സഹനത മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കും. മൗലാന സയ്യിദ് അബുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞങ്ങളൊരു തൊപ്പി പോലും മാറ്റുകയില്ല, തസ്ബീഹ് പോലും മാറ്റുകയില്ല, മിസ്വാക്ക് പോലും മാറ്റുകയില്ല, ദീനിൽ ഉറച്ചു നിൽക്കും എന്ന് തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നാൽ അള്ളാഹുവിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതാണ്. അള്ളാഹു നമുക്ക് മുൻഗാമികളെ പോലെ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ.